തോറ്റ് തുന്നമ്പാടി ദേ വന്നിരിക്കുന്നു നിന്റെ മകൻ എന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഏതോ സിനിമയിൽ പറയുന്നത് പോലെ തോറ്റ് തുന്നം പാടിയാലും കപ്പ് കിട്ടും എന്നുള്ളത് അസീം മുനീറിന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ത്യയുടെ മുന്നിൽ തോറ്റ് നാണം കെട്ട് മുട്ടുകുത്തി നിന്നിട്ടും ഇപ്പോ വലിയ പദവികളാണ് പാകിസ്ഥാൻ അസീം മുനീറിന് നൽകുന്നത്. സത്യത്തിൽ ഷഹബാസ് ഷെരീഫ് അസീം മുനീറിന് ഭയന്നാണോ ഈ പദവികൾ നൽകുന്നത്? അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഒരു സൈനിക അട്ടിമറി അവർക്ക് പാകിസ്ഥാനെ സംബന്ധിച്ച് പുത്തരിയൊന്നുമല്ല. എപ്പോൾ വേണേലും എങ്ങനെ വേണേലും സംഭവിക്കാം. അവിടെ സർക്കാർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കേ ഉള്ളൂ. ജനാധിപത്യ സർക്കാരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഒരു സൈനിക അട്ടിമറി ഭയന്നിട്ടാവണം, അങ്ങനെ വേണം കരുതാൻ. ഇപ്പോൾ അസീം മുനീറിനെ ഇത്ര തോറ്റ് തുന്നമ്പാടി, അതായത് സൈനിക താവളത്തിൻ്റെ മണ്ടയ്ക്ക് മിസൈൽ വീണ് കുളം കുത്തി കിടക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്ന ആ ഒരു ഘട്ടത്തിൽ പോലും ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന സർവ്വ സൈന്യാധിക പട്ടം അസീം മുനീറിന് ചാർത്തി കൊടുത്തിരിക്കുകയാണ്. ഈ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഈ ഫീൽഡ് മാർഷൽ പട്ടം കിട്ടുക യുദ്ധവിജയം നേടിയ ആ ഒരു അത്തരത്തിലുള്ള സൈനിക മേധാവികൾ കൊടുക്കുന്ന പട്ടമാണ്. അല്ലെങ്കിൽ ദീർഘകാലം വളരെ പ്രശസ്തമായ രീതിയിൽ സൈന്യത്തെ നയിച്ച സേവന പാരമ്പര്യം ഉള്ള സൈനിക ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന പട്ടമാണ്. നിലവിൽ സൈനിക ജനറലാണ് അസീം മുനീർ. എന്നാൽ നാളെ മുതൽ അയാൾ ഫീൽഡ് മാർഷൽ എന്ന പദവിയിലേക്കാണ് എത്തുക. പക്ഷേ പാകിസ്ഥാൻ്റെ ഒരു ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഇങ്ങനെ വലിയ പദവികളിലൊക്കെ എത്തിയവരൊക്കെ അവിടുത്തെ ഭരണം കൈയാളിയ ചരിത്രമുണ്ട്, അവിടുത്തെ ഏകാധിപതിയായി മാറിയ ചരിത്രമുണ്ട്. 1959 ആദ്യമായി ഒരു ഫീൽഡ് മാർഷൽ പാകിസ്ഥാനിൽ ഉണ്ടായത്. അന്നത്തെ ഫീൽഡ് മാർഷലിൻ്റെ പേര് അയൂബ് ഖാൻ. അത് അന്നത്തെ സൈനിക മേധാവിയായിരുന്ന അയൂബ് ഖാനെ അന്ന് പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി, സർക്കാർ വിരുദ്ധ കലാപങ്ങളുണ്ടായി, ജനം തെരുവിലിറങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. അതായത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായ കാലത്ത് ഏതാണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പോലെയാണ് അന്നത്തെ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസ ഈ പറയുന്ന സൈനിക മേധാവിയായ അയൂബ് ഖാനെ വിളിച്ചിട്ട് അയാൾക്ക് ഒരു പദവി കൊടുത്തു. ആ പദവി ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നൊരു പദവിയാണ് കൊടുത്തത്. അധികം വൈകാതെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ അയൂബ് ഖാൻ തൻ്റെ 3 സൈനിക മേധാവികളെ, അതായത് കരസേന, നാവികസേന, വ്യോമസേന നേതാക്കളെ ഈ പറയുന്ന പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയും എൻ്റെ ആജ്ഞാനുവർത്തികളായി എത്തിയിരിക്കുന്നതാണ് ഈ 3 പേർ, അവർ പറയുന്നതനുസരിച്ച് ഇന്ന് തന്നെ രാജിവെച്ചോണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പ്രസിഡന്റിനെ നിഷ്കാസനം ചെയ്ത് സർവ്വ മേധാവിയായി ഏകാധിപതിയായിട്ട് അയൂബ് ഖാൻ മാറിയ ഒരു ചരിത്രം കൂടിയുണ്ട്. അദ്ദേഹം ഏതാണ്ട് 1969 വരെ പാകിസ്ഥാൻ്റെ ഭരണം തുടരുകയും ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് കണ്ട് വീണ്ടും ആ ഭരണം വിട്ട് ആ രാജ്യം വിട്ട് പോകേണ്ടിയും വന്ന ഒരു ചരിത്രം കൂടിയുണ്ട് പാകിസ്ഥാൻ. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ്, ആ ഒരു ചരിത്രം ഉള്ളപ്പോഴാണ് ഇപ്പോൾ അസീം മുനീറിനെ ഈ പദവിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നു. ഇന്ത്യ ഇത്തരത്തിലൊരു സൈനിക നടപടി എടുക്കുമ്പോൾ അസീം മുനീർ അവിടെ ഉണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളിലും പോയി സന്ദർശിച്ച്, അതായത് പ്രോട്ടോകോൾ പോലും നോക്കാതെ പല രാജ്യങ്ങളിലും പോയി സന്ദർശിച്ച് സഹായം അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു എന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. സ്വന്തം സുരക്ഷ കണക്കിലെടുത്ത് ഏതോ ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അങ്ങനെ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ഒരാളെ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദവിയിലേക്ക് എത്തിച്ചത് എന്ന് നോക്കുമ്പോൾ സ്പഷ്ടമായും നമുക്ക് സംശയിക്കാം മറ്റൊരു അട്ടിമറി അവിടെ ഭയക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ആയിരിക്കണം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പാകിസ്ഥാൻ കടന്നിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും ഈ അസീം മുനീറിന്റെ ഒരു ചരിത്രം നമ്മൾ നോക്കിയാൽ ഇയാളൊരു മതവിഷമാണ്. അതായത് നമ്മൾ ഈ മതം പഠിക്കുന്നത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ലത് കിട്ടണം എന്നുള്ള ചിന്ത അല്ലെ. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും നല്ലത് കിട്ടണം എന്നത് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ മതം കൊണ്ട് രാജ്യത്ത് തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഈ ഖുറാനിലെ ചില വാക്കുകൾ എടുത്തുകൊണ്ട് അതിനെ ഇയാളുടേതായ രീതിയിൽ യുവാക്കൾക്കിടയിലേക്ക് മതം കുത്തിവെച്ചുകൊണ്ട് ഇവരെ തീവ്രവാദത്തിലേക്ക് വരുത്തുകയും ചാവേറുകളാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു വിഷവിത്താണ് ഈ അസീം മുനീർ എന്ന് പറയും. ഇതിനു മുൻപ് വന്ന സൈനിക ജനറൽമാരെ അല്ലെങ്കിൽ മേധാവികളെക്കാൾ അപകടകാരിയാണ് ഈ അസീം മുനീർ എന്ന് പറയുന്ന ഈ
പിന്നെ പേടിത്തൊണ്ടൻ. കാരണം ഒരു യുദ്ധമുണ്ടാവുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഒരു സൈനിക മേധാവിയാണ്. ഇപ്പൊ നമുക്കിവിടെ കര, വ്യോമ, നാവിക സേനകളുണ്ട്. നമ്മുടെ സേനകളെയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും വിശ്വസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരുള്ളത് കൊണ്ട് നമ്മളൊന്നും ആ യുദ്ധത്തെ ഒരു തരത്തിൽ നമ്മൾ ഭയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു പ്രാർത്ഥന മാത്രമേ നമുക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, നമ്മുടെ സൈനികർക്കൊന്നും സംഭവിക്കരുത്, പാകിസ്ഥാന്റെ ആക്രമണത്തിലൂടെ നമ്മുടെ ജനങ്ങൾക്കും ഒന്നും സംഭവിക്കരുത്. നമ്മുടെ സൈന്യം ഉള്ളത് കൊണ്ട് നമ്മുടെ ജനങ്ങൾക്കൊന്നും സംഭവിക്കില്ല, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് അതല്ല. ഇയാളെ ബങ്കറിന്റെ അകത്താണ്, ഇടയ്ക്കിടയ്ക്ക് തല ഉയർത്തി നോക്കും, യുദ്ധം കഴിഞ്ഞോ എന്ന്. എന്നിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി തെണ്ടും, എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം. രാത്രി 2:30 പ്രധാനമന്ത്രിക്ക് ഫോൺ ചെയ്തിട്ട് അതേ മിസൈൽ വീണെന്ന് അറിയിപ്പ് കൊടുക്കും. അവന്മാര് യുദ്ധം നടത്തുന്നുണ്ട്, മുങ്ങിക്കോ വെള്ളം. അങ്ങനെ അപ്പോ ഷഹബാസ് ഷെരീഫ് അപ്പൊ നീന്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കൊന്നും നീന്തുന്നതല്ല, ഈ വെള്ളത്തിൽ മിസൈല് പൊട്ടില്ല എന്ന് ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തോണ്ട് അയാൾ വെള്ളത്തിനടിയിൽ കിടപ്പ, ഓക്സിജൻ ഇതൊക്കെ വെച്ച് കിടന്ന അങ്ങനെ ആയിരിക്കും എന്ന് തോന്നി. യുവമാരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോ അധികം വൈകാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി അസീം മുനീർ ചുമതലയേൽക്കും. ഇപ്പോൾ ഇമ്രാൻഖാനെ കാരാഗൃഹത്തിൽ അടച്ചതുപോലെ ഷഹബാസ് ഷെരീഫിനെയും പിടിച്ച് അകത്തിടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഒരുപാട് തിരിമറികൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ തിരിമറികളാണ് നടത്തിയിട്ടുള്ളത്. ഏകദേശം 2000 കോടിക്ക് മേൽ പണം ഉണ്ടാക്കി. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇയാൾ ലണ്ടനിലെ HSBC എന്ന് പറയുന്ന ഒരു ബാങ്കിലേക്ക് അയച്ചിട്ടുണ്ട് 2000 കോടി മേൽ. ഈ പണം എവിടെ നിന്ന് വന്നതാണ് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത് അയച്ചതിന് 1,30,000 രൂപയ്ക്ക് മേൽ അതും കൊടുത്തിട്ടുണ്ട്, ഈ പണം അങ്ങോട്ടേക്ക് അയക്കാനായിട്ട്. ഇത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് നടത്തിയ ഇടപാടുകളാണ്. ഒരു 344 തുടങ്ങുന്ന ഒരു നമ്പറിലേക്കാണ് ഇയാൾ അയച്ചേക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഷഹബാസ് ഷെരീഫ് ചോദ്യം ചെയ്താൽ ഇയാൾ ഷഹബാസ് ഷെരീഫിനെയും തടവറയിലാക്കും. കാരണം അവിടെ ജനാധിപത്യ സർക്കാരിന് പുല്ലുവിലയാണ് പാകിസ്ഥാനിൽ. അവിടെ പട്ടാളത്തിനാണ് എല്ലാ അധികാരവും ഉള്ളത്. എപ്പോൾ വേണമെങ്കിലും പട്ടാള അട്ടിമറി സംഭവിക്കാമെന്ന ഭയത്തിലാണ് ഓരോ പ്രധാനമന്ത്രിമാരും പാകിസ്ഥാനിൽ ജീവിക്കുന്നത്. ഇന്ത്യയെ പോലെയല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലെ. നമുക്കിവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ സർക്കാരിനെ വിമർശിക്കാം, നമ്മുടെ സർക്കാരിന്റെ തെറ്റായ രീതികളെ വിമർശിക്കാം. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ. ഇനി സർക്കാരിനെ ഇഷ്ടമില്ലെങ്കിൽ പോലും നമുക്ക് സർക്കാരിനെ തെറിവിളിക്കാം, നമ്മുടെ പ്രധാനമന്ത്രിയെ വരെ നമുക്ക് അവഹേളിക്കാം. അത്ര വലിയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യ തരുന്നത്. എന്നിട്ടും ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാനികൾക്ക് ചാരപ്രവൃത്തി ചെയ്യുന്നു, ഇന്ത്യയെക്കുറിച്ച് വിദേശ രാജ്യങ്ങൾ ചെന്നിരുന്ന വൃത്തികേടുകൾ പറയുന്നു, ഇന്ത്യയെ വികഴ്ത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പലരും ചെയ്യുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് തീവ്രവാദികളെ പോലെ കുറെ ജനങ്ങളാണ് അവരുടെ പിൻബലം എന്ന് പറയുന്നത്. കാരണം എന്തും വിശ്വസിക്കുന്ന കുറെ ജനം. ഇപ്പോ കൊച്ചു കുട്ടികളെ പിടിച്ച് ബലാത്സംഗം ചെയ്തുകൊണ്ടുപോയാലും മിണ്ടാൻ കഴിയാത്ത ഒരു ജനതയാണ് അവിടെ ഉള്ളത്. സ്ത്രീകൾക്കും പിന്നെ കുട്ടികൾക്കും ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. എന്നിട്ടും അവിടെ ആളുകൾ ജീവിക്കുന്നില്ല. പാകിസ്ഥാനെതിരെ അവരെന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? പാകിസ്ഥാനെതിരെ പ്രതിഷേധം ഇല്ല. കാരണം ആ രാജ്യത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തല കാണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അസീം മുനീറിന്റെ ഈ നീക്കം, ഇപ്പൊ ഫീൽഡ് മാർഷൽ ആകും എന്നൊക്കെ പറയുന്നതിന്റെ നീക്കം തന്നെ, ഇതിപ്പോ ഷഹബാസ് ഷെരീഫിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ആവുന്നു എങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കുക, അസീം മുനീർ പാകിസ്ഥാന്റെ അടുത്ത പ്രധാനമന്ത്രി. ഇത്തരം ഒരു മതഭീകരൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയാൽ പാകിസ്ഥാന്റെ ഒരു അവസ്ഥ ഇന്ത്യയെ പേടിക്കേണ്ട. കാരണം ഇവന്റെ തല കിടന്നുരുളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയോട് കളിച്ചാൽ ആ തലത്തിൽ ഇന്ത്യ തന്നെ കൊയ്തെടുത്തോളൂ, അത് പ്രശ്നമില്ല. പക്ഷെ പാകിസ്ഥാന്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴാണ്, അവിടുത്തെ ജനങ്ങളുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്കൊക്കെ വളരെ ദുഃഖം തോന്നുന്നത് എന്നുള്ളതാണ്. ഈ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി അല്ല ആരെങ്കിലും ഒരാളെങ്കിലും ഈ അഴിമതി കേസുകളിൽ പെടാതെ ആ രാജ്യം വിടാതെ ഉണ്ടായിട്ടുണ്ടാവുന്നു, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അത് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ. നവാസ് ഷെരീഫും രാജ്യം വിട്ടതല്ലേ ഈ അഴിമതിയുടെ പ്രശ്നത്തില്. പർവേസ് മുഷറഫ് മുൻ സൈനിക മേധാവിയാണ്, അയാൾക്കും രാജ്യം വിടേണ്ടി വന്നിട്ടുണ്ട്. വലിയ താമസമില്ലാണ്ട് അസീം മുനീറും ഇതൊക്കെ തന്നെയായിരിക്കും. അതെ, അത്ര രാജ്യം അതെ, അയാളെ രാജ്യം വിടുക അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യും.